പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ യോഗ്യത. എല്ലാ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. ഒരു സ്വാലിഹായ മനുഷ്യരും രാവിലെ നേരത്തെ എഴുന്നേൽക്കാത്ത ആളായിട്ട് കാണാൻ പറ്റൂല. എല്ലാ സ്വാലിഹീങ്ങളും നേരത്തെ എഴുന്നേൽക്കും. അതുകൊണ്ട് സ്വാലിഹാവാൻ ആദ്യം ചെയ്യേണ്ടത് രാവിലെ നേരത്തെ എഴുന്നേൽക്കലാണ്. സ്വാലിഹാവാൻ രണ്ടാമത് ചെയ്യേണ്ടത് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങാതിരിക്കലാണ്. വലൗകാന ഫി ഗൾഫിൻ, അതിന് ഗൾഫിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സ്വാലിഹാവാൻ ആവശ്യമുള്ളത് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങാതിരിക്കലാണ്. ശൈത്താൻ അവന്റെ ചെവിയിൽ മൂത്രമൊഴിക്കും എന്ന് ഹദീസിൽ നസ്. സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങുന്നവന്റെ ചെവിയിൽ പിശാച്ച് മൂത്രമൊഴിക്കുന്നതാണ്. ശൈത്താന് മൂത്രമൊഴിക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തോണ്ടല്ല. പിന്നെന്താ? ചെവി എന്ന് പറഞ്ഞ സാധനം എന്തിനുള്ളതാ? ചെവി എന്ന് പറഞ്ഞത് കേൾക്കാൻ മാത്രമുള്ളതല്ല, കേൾവി അതിൻ്റെ രണ്ടാമത്തെ ധർമ്മമാണ്. ചെവിയുടെ ഒന്നാമത്തെ ധർമ്മം ബാലൻസ് നിയന്ത്രിക്കലാണ്. ഇന്റെ അരക്കെന്ന് മേപ്പെട്ടുള്ള ഭാഗം തൂക്കിയാൽ 60 കിലോ ഉണ്ടാവും. ഇന്റെ അരന്റെ താഴെയുള്ളത് തൂക്കിയാൽ 15 കിലോനെ ഉള്ളൂ. 15 കിലോ ഉള്ള ആടിക്കൊണ്ടിരിക്കുന്ന 3 എല്ലും കഷ്ണത്തുമ്മേ 60 കിലോ ഉള്ള ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ നീച്ചിങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം ചെവിയാണ്. ചെവിന്റെ ബാലൻസ് പോയാൽ ശരീരത്തിന്റെ ബാലൻസ് പോകും. ചെവിക്കുറ്റിക്ക് നോക്കിയിട്ട് ഒരൊറ്റ അടിയാണ് കൊടുത്താൽ ആനയാണെങ്കിലും അടി തട്ടും. ചെവിക്ക് നോക്കിയിട്ട് ഒറ്റ ഒന്നാണ് കൊടുത്താൽ ആനക്ക് പോലും അടി തെറ്റും. ഒരാള് തലകറങ്ങി വീഴുന്ന എപ്പോഴാ? ചെവിന്റെ ബാലൻസ് പോകുമ്പോഴാണ്. നമ്മുടെ ബാലൻസ് നിയന്ത്രിക്കുന്ന സാധനം ചെവിയാണ്. ചെവിയിൽ ശൈത്താൻ മൂത്രയിക്കെന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ഫുള്ളായിട്ട് ഓനെ കൊണ്ടിടക്ക ചെയ്ത്താനേക്കാരം. അവന്റെ ബാലൻസ് പിശാച്ചിന്റെ കയ്യിലായിരിക്കും. എങ്ങനെയോ നേരാകുക? പിന്നെ എങ്ങനെയോ വേണ്ടാത്ത ചെയ്യാതിരിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ മക്കള് പറയുന്നത്. നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു പ്രതീക്ഷയാണ് മക്കള്. മക്കള് നന്നാവണം എന്ന് ആഗ്രഹിക്കാത്ത ആരും അള്ളാന്റെ ദുനിയാവിലുണ്ടാവില്ല. ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവരും ആഗ്രഹിക്കും മക്കൾ നന്നാവണം. പക്ഷേ മക്കള് നന്നാവാൻ ആവശ്യമായ കാര്യങ്ങളൊന്നും നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. കുട്ടികൾ നന്നാവാൻ ശരിക്കും പ്ലാൻ ചെയ്യേണ്ടത് വല്ലിപ്പയാണ്. ഫസ്റ്റ് പ്ലാൻ ചെയ്യേണ്ടത് വല്ലിപ്പയാണ് എന്നാ. പരിശുദ്ധമായ ഖുർആനിലെ അൽകഫുകാരെ പറ്റി പറഞ്ഞുകൊടുത്തേ, സൂറത്തുൽ കഹ്ഫില് ഖിദർ നബി അലൈഹി ഇസ്ലാമിന്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും കഥ പറഞ്ഞു കൊടുത്ത്, ഖിദർ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ മൂസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ യാത്ര ചെയ്തപ്പോ ആദ്യം ഒരു കപ്പല് പൊളിച്ചു, പിന്നെ ഒരു കുട്ടിന്റെ തല പിടിച്ചുങ്ങാണ്ട് പിരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മതില് നേരാക്കി. മൂന്നാമത്തെ മതില് നേരാക്കിയപ്പോ മൂസാ നബി ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ അമ്മക്ക് ഇതൊന്ന് കരാറൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചങ്ങാണ്ട് ചെയ്തിക്കുകയാണെങ്കിൽ ഓരോരുത്തന്ന് എന്തേലും പൈസയും വാങ്ങായിരുന്നു, ഞമ്മക്കതിന് ഒജിനം കഴിക്കും ചെയ്യായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഖിദർ അലൈഹിസ്സലാം പറഞ്ഞു, നമ്മളെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്, ഇനി നമ്മൾ മുന്നോട്ട് പോവില്ല. മുന്നോട്ടായല്ലോ നിങ്ങൾ ഈ പരിപാടി, അതുകൊണ്ട് ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. നടന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് കപ്പല് പൊളിച്ചതിന്റെ രഹസ്യം പറഞ്ഞ്, കുട്ടിന്റെ തല പിടിച്ച് പിരിച്ചതിന്റെ രഹസ്യം പറഞ്ഞ്, മതില് നേരാക്കി വെച്ച് പറഞ്ഞുകൊടുത്ത് പറഞ്ഞ്, ഓലെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. വക്കാന അബൂഹുമാ സ്വാലിഹ ഫഅറാദ അൻ യബ്ലുഗ അശുദ്ധഹുമാ വയസ്തഖ്രിജ കൻസഹുമാ. ഓലെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. ആ വാപ്പ ഈ കുട്ടികൾക്ക് പ്രായം തികയുന്ന സമയത്ത് അവരുടെ നിധി അവരുടെ മതിലിന്റെ ചോട്ടിൽ നിന്ന് വന്നാൽ മതി എന്ന് തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പയല്ല, അവരുടെ മൂന്നാമത്തെ വല്ലിപ്പയാണ് എന്നാണ്. ഒരു കുട്ടിക്ക് ഗുണം കിട്ടണമെങ്കിൽ വല്ലിപ്പ മുതൽ ആലോചിച്ചു തുടങ്ങണം. ഇന്റെ പേരക്കുട്ടികൾ ആരാ ആവണ്ടെന്ന് ഞാനിപ്പോൾ ആലോചിക്കണം. മക്കൾ തവിടെ നിൽക്കട്ടെ,
മക്കളുടെ അവിടെ നിൽക്കട്ടെ, ഇന്റെ പേരക്കുട്ടികൾ ആരാവണം അത് ഞാൻ ഇപ്പോൾ ആലോചിച്ചു തുടങ്ങണം. എന്നിട്ടല്ലേ മക്കളെ കാര്യം. എപ്പോഴാ മക്കള് വിജയിക്കുക, എപ്പോഴാ പേരക്കുട്ടികൾ വിജയിക്കുക? മക്കളെ കൊണ്ടൊരു മനുഷ്യൻ വിജയിക്കണമെങ്കിൽ ലക്ഷ്യം ക്ലിയർ ആയിരിക്കണം, അപ്പോഴേ വിജയിക്കുള്ളൂ. ലക്ഷ്യം ക്ലിയർ ആവാന്ന് പറഞ്ഞാല് എന്തിനാ മക്കള് എന്ന് തീരുമാനമായാലേ ലക്ഷ്യം ക്ലിയർ. ബക്കറ്റ് പിരിവുണ്ട്, കാര്യമായിട്ട് എല്ലാവരും അതിലേക്ക് സംഭാവനകൾ നൽകി സഹായിക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. എല്ലാവരും കൊടുക്കുക. പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് അതിൽ ഇട്ട് കൊടുക്കുക. സംഭാവനന്റെ വയത് വേണ്ടല്ലോ, കുടുംബജീവിതം വരെ മതി. സംഭാവനന്റെ വയത് വേണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം കൊടുക്കണ്ടെന്നല്ല, നല്ലതും കൊടുക്കണം. ലൈറ്റ് ഉണ്ട്, മൈക്കുണ്ട്, പന്തലുണ്ട്, സ്റ്റേജ് ഉണ്ട്, കസാര ഉണ്ട്, വയത് പറഞ്ഞ മൂലിയരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലോണം കൊടുത്തോളിട്ടാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു തആല സാധിപ്പിച്ചു തരട്ടെ. അവൻ നമ്മളെ ഖൈറിലും സലാമത്തിലും റാഹത്തിലും ആക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.